ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ എങ്ങനെ നമ്മളെ തന്നെ ആ ഒരു ചേഞ്ചിലേക്ക് എത്തിക്കാം എന്നുള്ള ജേണീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹാബിറ്റ്സാണ്. ഇന്ന് നമ്മുടെ ഹാബിറ്റ്സ് എന്തോ അതാണ് നമ്മുടെ നാളേനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നാളെ നമ്മൾ ആരാവണം, എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ഹാബിറ്റ്സിലാണ്. നിങ്ങളുടെ ഹാബിറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാബിറ്റ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളോട് പറഞ്ഞു. അപ്പം ഈ ഹാബിറ്റ്സിനെ നമ്മൾ നമ്മുടെ രീതിയിൽ മെരുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതൊക്കെ അച്ചീവ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഓവറോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അപ്പം ഈ ഹാബിറ്റ്സിനെ നമ്മുടെ രീതിയിൽ മെരുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ ഒരു എക്സസൈസ് ചെയ്ത് വിചാരിക്കാം. ഞാൻ നാളെ അത് റിപ്പീറ്റ് ചെയ്തു, മറ്റന്നാളും ചെയ്തു. അങ്ങനെ ഞാൻ വിത്തിൻ എ ഇയർ ഞാൻ എൻ്റെ ബോഡി അത്രയ്ക്ക് ബിൽഡ് ചെയ്തു എന്നാണ്. ഇന്ന് എത്രയോ ഹവേഴ്സാണ് എൻ്റെ ബോഡി ബിൽഡിങ്ങിന് ഒരു ഇയറിൽ ഞാൻ മാറ്റി വെക്കുന്നത്. ഇന്നൊരു 10 മിനിറ്റ് ആണെങ്കിൽ അത് നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന അത് കൂടി ഒരു ഗ്രേറ്റ് ഹവർ ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു വർഷത്തിൽ ഇത്ര ഒരു സമയം എക്സസൈസിന് മാറ്റി വെച്ചു. അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡിയിലും ചേഞ്ചസ് ഉണ്ടാക്കും, അത് നമ്മുടെ ഐഡൻറ്റിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാക്കും. നമ്മളൊരു ഹാബിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയണം ഐ ആം എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ്, അങ്ങനെ ഒരു ബിലീഫ്, അങ്ങനെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു നല്ല ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. വിത്തിൻ എ ഡേ ഒരു 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് അത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബ്രെയിനിന് പ്രൂഫ് കൊടുക്കുക, ഐ ആം റിപ്പീറ്റിംഗ് ദിസ് ആൻഡ് ബ്രെയിൻ അത് ചിന്തിക്കും നിങ്ങൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ബ്രെയിനിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഹാബിറ്റ്സ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ട് നയിക്കാനും പറ്റും, അതേപോലെ നിങ്ങളെ ബാക്കോട്ട് അടിക്കാനും പറ്റുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് തീരുമാനിക്കുക വെച്ചാൽ നിങ്ങൾ എന്ത് ഹാബിറ്റ്സിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നതാണ്. എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നേരെ തിരിച്ച് നിങ്ങൾ ഡെയിലി ലേറ്റായി എണീക്കുന്ന ഒരാളാണ് വിചാരിച്ചു, ഇതന്നെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനൊരു പ്രൂഫ് കൊടുക്കുകയാണ്, ഞാനിങ്ങനെ ലേറ്റായിട്ടൊക്കെ എണീക്കുന്ന പേഴ്സണാണ് എന്നുള്ളത്. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റുന്നു. അവിടെ നിങ്ങളൊരു ബാഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നു. അത് ഓരോ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതോടും അതും ഈ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ ഒരു നല്ല ഹാബിറ്റ് എങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് ഒരു ഗ്രേറ്റർ ചേഞ്ച് ഉണ്ടാക്കുന്നു, അതേപോലെ ഈ ബാഡ് ഹാബിറ്റ്സും കോമ്പൗണ്ട് ചെയ്യും ഡേ ടു ഡേ. ദെൻ അതൊരു വലിയ ചേഞ്ചസ് ഉണ്ടാകും. അപ്പം നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള പൊസിഷൻ നിങ്ങളെ ബാക്കോട്ട് അടിക്കുന്ന ഒന്നാണ് ഈ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഓരോ ദിവസങ്ങളും ബാക്കോട്ട് പോവുക. നേരെ തിരിച്ച് ഒരു ഗുഡ് ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകണം നിങ്ങളെ ഗ്രാഫ്. ഓക്കെ, അതാണ് ഹാബിറ്റ്സിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ നിങ്ങളൊരു നല്ല ഹാബിറ്റ്സൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അതിന് മാത്രം വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു പോയിൻ്റ് എത്തും. ഈ തുടങ്ങുന്നവർക്കാണ് ഇങ്ങനെയുള്ള പോയിൻ്റൊക്കെ എത്തുക കേട്ടോ. നിങ്ങൾ തുടങ്ങാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റിൽ എത്തുമ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു പോയിൻ്റ് എത്തണം. അതുവരെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഒരു പോയിൻ്റ് എത്തിക്കഴിയുന്നവരെ അത് നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഈ റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ആ ഒരു പോയിൻറ്റിന് ശേഷമാണ് ഒരു ഡേറ്റ് ഗ്രോത്ത്. നിങ്ങളിപ്പം എക്സസൈസിൻ്റെ കാര്യം തന്നെ പറയാം. നിങ്ങളിപ്പം ഡെയിലി ഇങ്ങനെ ചെറിയ വർക്കൗട്ട് ചെയ്തു, പെട്ടെന്ന് നിങ്ങൾ ആ ബോഡിയിൽ ഒരു വലിയ ചേഞ്ചസ് കാണണമെന്നില്ല. എന്നാൽ ആ ഒരു മന്ത്, ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ ആകുമ്പോഴായിരിക്കും അത് അതിൻ്റെ ഒരു ത്രഷോൾഡിലെത്തുക. ത്രഷോൾഡ് വെച്ചാൽ ആ ഒരു പോയിൻ്റ്, ആ ഒരു
ആ ഒരു പോയിൻ്റ് കടന്നു കഴിഞ്ഞാലാണ് ആ ചേഞ്ചസ് കാണും. ഓക്കെ, ആ പോയിൻ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബി പേഷ്യൻറ്റ്. അതുവരെ നിങ്ങളെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അതുവരെ വർക്ക് ചെയ്യുക. ദെൻ യു ക്യാൻ ഫൈൻഡ് ചേഞ്ചസ് ഇൻ യു. ഒരു 1 month 2 monthനുള്ളിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബോഡിയിൽ ചേഞ്ചസ് കാണാൻ പറ്റുള്ളൂ. അപ്പം അതുവരെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റിലേക്കുള്ള ഒരു വർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാനുള്ള അതൊന്ന് കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ചെറിയ ഹാബിറ്റ്സാണ് നിങ്ങളുടെ ഒരു ലാർജർ ചേഞ്ചിലേക്കുള്ള സ്റ്റെപ്പാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. പിന്നെ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ ഗോൾസിൽ മാത്രം ഫോക്കസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. പലരെയും കാണാം, അവർ കുറേ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോൾസ് എത്തണല്ലോ വെച്ച് കുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്ത് ഏത് ഗോൾ എടുക്കണം അങ്ങനെ ചിന്തിച്ച് പോകുമ്പം നമ്മൾ ഡെയിലി ലൈഫ് ചെയ്യേണ്ട ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ആ ഒരു സിസ്റ്റം ഇല്ലേ, നമ്മൾ പോകേണ്ട ലൈഫിലെ സിസ്റ്റം, അതിന്ന് നമ്മൾ ഇങ്ങോട്ടോ മാറി നിന്ന് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിച്ച ഒരു ലെവലിൽ പോവുക ചെയ്യുന്ന പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അങ്ങനെയുള്ളതിലേക്ക് വീണ് പോകാതിരിക്കുക. നിങ്ങളെ സിസ്റ്റത്തിൽ വളരെ കറക്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസൊക്കെ നല്ല രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യുന്നതാണ്. സോ ഫാളിങ് ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ടു മച്ച് ഫോക്കസിങ് ഓൺ ദ ഗോൾസ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഗോൾസിലേക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാമല്ലോ. നിങ്ങളുടെ ഗോൾസിൻ്റെ ലെവലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെ ഹാബിറ്റ്സ് മാറ്റുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജേർണിയിലെ ഒരു പാർട്ടാക്കാൻ നോക്കുക. യു ക്യാൻ ഫൈൻഡ് ബെറ്റർ റിസൾട്ട് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ കാര്യം നിർത്താണ്. ഇനിയും ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിലൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.